കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 852, സൂറത്തുൽ അഹ്സാബ്, പേജ് നമ്പർ 1456, 33. അൽ അഹ്സാബ് മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 73. ഖുറൈശികളും അറേബ്യയിലെ കുറേ ഗോത്രങ്ങളും മദീനയിലെ ജൂതരും ഒന്നായി സംഘടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കാനൊരുങ്ങി. സംഘടിത കക്ഷികൾ എന്നാണ് അഹ്സാബ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. ആയത്തുകൾ 1 മുതൽ 19 വരെ. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വകീലാ മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. وإذ أخذنا من النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى ابن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا. إذ جاءوكم من
فوقكم ومن أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا ولو دخلت عليهم من أقطارها ثم سئلوا الفتنة لأتوها وما تلبثوا بها إلا يسيرا ولو كانوا عاهدوا الله من قبل لا يولون الأدبار وكان عهد الله مسؤولا قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا قل من ذا الذي يعصمكم من الله إن أراد بكم سوءا أو أراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا قد يعلم الله المعوقين منكم والقائلين لإخوانهم هلم إلينا ولا يأتون البأس إلا قليلا أشحة عليكم فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 853 സൂറത്തുൽ അഹ്സാബ് ആയത്ത് 1 പേജ് നമ്പർ 1456. യാ അയ്യുഹൻ നബിയുത്തഖില്ലാഹ്, പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ വെറുപ്പിനും അനിഷ്ടത്തിനും ഇടയാകുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. അള്ളാഹുവിൻ്റെ വെറുപ്പും അനിഷ്ടവും പോലെ ഭയങ്കരമായി അതൊന്നുമില്ല. അള്ളാഹുവിന് അനിഷ്ടമായ വിഷയത്തിൽ ലോക ജനതയുടെ എല്ലാം ഇഷ്ടം ലഭിച്ചാലും ലോകം മുഴുവനും സ്വന്തമായി ലഭിച്ചാലും യാതൊരു കാര്യവുമില്ല. സൂക്ഷിക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, വിലക്കുകൾ വെടിയുക. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീന, സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും നീ അനുസരിക്കുകയും അരുത്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ആയത്ത് 2. വത്തബിഅ മാ യുഹാ ഇലൈക മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് ബോധനം നൽകപ്പെടുന്നത് നീ പിൻപറ്റുകയും ചെയ്യുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ,
നിശ്ചയമായി അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ആയത്ത് 3. വതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. വകഫാ ബില്ലാഹി വകീല, ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അല്ലാഹു തന്നെ ധാരാളം മതി. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ ചില പ്രയാസങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടായെന്ന് വരാം. അതിനെപ്പറ്റി സംശയിച്ചിട്ട് പിൻവാങ്ങി നിൽക്കണ്ട. അല്ലാഹു വിധിച്ചതുപോലെ വരട്ടെ, നാം ചെയ്യേണ്ടത് ചെയ്യുക. അല്ലാഹുവിൻ്റെ അനിഷ്ടമാണ് നമുക്ക് ഏറ്റവും ഭയപ്പെടേണ്ടത് എന്നും മറ്റും ചിന്തിച്ച് ഉറച്ചു നിൽക്കുക. ഇതാണ് തവക്കുൽ. ഈ തവക്കുൽ കൂടാതെ ഒന്നും നടക്കുകയില്ല. ഭംഗിയായി കാര്യം നടത്തുവാൻ കഴിവുള്ളവനായി അല്ലാഹുവിനെ പോലെ ആരുമില്ല. പേജ് നമ്പർ 1457, ആയത്ത് 4. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫി ജൗഫിഹി, യാതൊരാൾക്കും അവൻ്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനിൽ ബോധമനസ്സും ഉപബോധ മനസ്സും എന്നിങ്ങനെ രണ്ട് മനസ്സുകളുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഇതിൽ ഉപബോധ മനസ്സ് എന്ന് ചിലർ പറയുന്നത് മനുഷ്യൻ്റെ വിട്ടുപിരിയാത്ത കൂട്ടുകാരനായ ജിന്നിൽപ്പെട്ട പിശാചിൻ്റേതാണ്. ഖരീൻ എന്നാണ് അവൻ്റെ പേര്. വേറെയും ചില വസ്തുതകളുണ്ട്. ഒരേ സമയത്ത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ സാധ്യമല്ല. അതുപോലെ ഒരു സംഗതിയെപ്പറ്റി രണ്ട് വ്യത്യസ്ത നിലപാടുകൾ എടുക്കാനും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാനും പാടില്ല. ഒരേ സ്ത്രീയിൽ മാതൃത്വവും ഭാര്യത്വവും കാണാനും ഒരാളിൽ തന്നെ ദത്തുപുത്രൻ്റെ സ്ഥാനവും യഥാർത്ഥപുത്രൻ്റെ സ്ഥാനവും കാണാനും കഴിയില്ലെന്ന് ഖുർആൻ താഴെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരാൾക്കും രണ്ട് ഹൃദയങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന വചനം ആധുനികമായ ചില കാഴ്ചപ്പാടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സാക്ഷിക്ക് വിരുദ്ധമായ നിലപാട് കൈക്കൊള്ളുന്നതിനെ കുറിച്ചാണ് ആയത്തിലെ വിഷയം. വ്യാഖ്യാതാക്കൾ ഈ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ നിഗമനമാണ് മറ്റൊന്ന്. അവർ മനസ്സിനെ മൂന്നായി വിഭജിക്കുന്നു: സബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഇതിനെല്ലാം പ്രത്യേകമായ വ്യക്തിത്വങ്ങളുണ്ടെന്ന നിഗമനമാണ് മനഃശാസ്ത്രജ്ഞന്മാർക്കുള്ളത്. പക്ഷേ ഇതൊന്നും തെളിയിക്കപ്പെട്ട വസ്തുതകളല്ല, നിഗമനങ്ങൾ മാത്രമാണ്. ഖുർആനിലെ വളച്ചുകെട്ടാത്ത നേർക്കുനേരെയുള്ള പ്രയോഗത്തിൻ്റെ വെളിച്ചത്തിൽ ഈ നിഗമനങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കണ്ടുകൂടുന്ന ആധുനിക വിജ്ഞാനത്തിലും ഖുർആനിലും അവഗാഹം നേടിയ ചില പണ്ഡിതന്മാർ വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെ അവകാശപ്പെടുന്നുണ്ട്. എൻ്റെ ആത്മമിത്രമായ ഡോക്ടർ ഉസ്മാൻ നിലമ്പൂർ ഈ വിഷയം വിദഗ്ധമായി ചർച്ച ചെയ്തിട്ടുണ്ട്. സൽസബീൽ മാസികയിൽ പ്രസിദ്ധീകരിച്ച ഡോക്ടറുടെ പ്രബന്ധങ്ങൾ ഇവിഷയകമായി നല്ല പഠനങ്ങളാണ്. وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നീ എൻ്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഭാര്യമാരെ അള്ളാഹു നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ ദത്തുപുത്രന്മാരെ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. ഇസ്ലാമിന് മുമ്പ് അറബികൾക്കിടയിൽ വിവാഹമോചനത്തിന് ഒരു സമ്പ്രദായം നടപ്പുണ്ടായിരുന്നു. ഭർത്താവ് ഭാര്യയോട് നീ എൻ്റെ മാതാവിനെ പോലെയാണ് എന്ന് പറയുക. മാതാവും പുത്രനും തമ്മിൽ വിവാഹബന്ധം ഒരിക്കലും നിലനിൽക്കാത്തത് പോലെ ആ ബന്ധം എന്നേക്കുമായി മുറിഞ്ഞുപോയെന്ന് സാരം. അങ്ങനെ പറഞ്ഞാൽ അത് തീർത്തും തൊലാഖായിപ്പോയി. പിന്നെ ഒരു കാലത്തും ഒരു നിലയിലും ബന്ധപ്പെടുവാൻ പറ്റുകയില്ല. അവൾക്ക് വേറെ വിവാഹത്തിന് അവകാശം നൽകിയിരുന്നുമില്ല. ഈ രൂപത്തിലുള്ള തൊലാഖ് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ടു. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് വേണ്ടതെന്ന് സൂറത്തുൽ മുജാദലയിൽ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ അന്യകുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ സ്വന്തം മകനെ പോലെ ഏറ്റെടുക്കുകയും സ്വന്തം മകനോടെന്ന പോലെ ഇടപെടുകയും ചെയ്യലുണ്ടായിരുന്നു. ആ ദത്തുപുത്രൻ്റെ സ്വന്തം പുത്രൻ്റെ സ്ഥാനം അനുവദിച്ചു കൊടുത്തിരുന്നു. ദരിദ്രരെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് മഹത്തായ പുണ്യകർമ്മമാണ്. പക്ഷേ ദത്തുപുത്രൻ സ്വന്തം മകനാകുകയില്ല. പിതാവും പുത്രനും എന്ന രക്തബന്ധം അവിടെയില്ല. ദത്തുപുത്രനെ സ്വന്തം പുത്രനെ പോലെ കണക്കാക്കിയാലുണ്ടാകുന്ന കുടുംബപരവും സാമൂഹികവുമായ പല പ്രശ്നങ്ങളുമുണ്ട്. ആ ദത്തുപുത്രൻ മരിച്ചുപോയാൽ അവൻ്റെ ഭാര്യയെ മകൻ്റെ ഭാര്യ എന്നോണം കണക്കാക്കിയിരുന്നു. അതായത് അവർ വിധവയാവുകയോ വിവാഹമോചിതയാവുകയോ ചെയ്താൽ അവളെ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഈ സമ്പ്രദായം റദ്ദാക്കുകയും വിവാഹം ചെയ്യാൻ അനുവാദം നൽകുകയും ചെയ്തു. എന്നാൽ അറബികൾ ഇത് വളരെയധികം വെറുത്തിരുന്നത് കൊണ്ട് ദൈവകൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെയൊരു വിവാഹം ചെയ്ത് മാതൃക കാണിച്ചു. അതിനെപ്പറ്റി ജനങ്ങളുടെ ഇടയിൽ മോശമായ സംസാരം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സെയ്ദ് ബിൻ ഹാരിസത്ത് എന്ന ഒരു അടിമയുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് കൊള്ളക്കാർ പിടിച്ചു കൊണ്ടുവന്ന് മക്കയിൽ അടിമച്ചന്തയിൽ വിറ്റതാണ്. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി അവരുടെ കാര്യസ്ഥൻ സെയ്ദിനെ വിലക്ക് വാങ്ങി. അങ്ങനെ സെയ്ദ് ഖദീജ ബീവിയുടെ അടിമയായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തപ്പോൾ അവർ സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ അഥവാ ഉപഹാരം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ പോറ്റുമകനായി സ്വീകരിച്ചു. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകൾ സൈനബും സെയ്ദും തമ്മിൽ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു. സൈനബിനും സഹോദരനും അത് ഇഷ്ടമായില്ല. അപ്പോൾ അവരെ രണ്ടുപേരെയും ശാസിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങി. അപ്പോൾ അവർ രണ്ടുപേരും ഈ കല്യാണം തൃപ്തിപ്പെടുകയും കാര്യം നടത്തുകയും ചെയ്തു. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യമുണ്ടായി. സെയ്ദ് ഇബ്നു ഹാരിസത്തിൻ്റെ പിതാവ് ഹാരിസത്തും അനുജനും കൂടി സെയ്ദിനെ അന്വേഷിച്ച് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി. അവസാനം മക്കത്ത് അൽ അമീൻ്റെ കൂടെയുണ്ടെന്നറിഞ്ഞ് അവർ മക്കയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സെയ്ദ് എൻ്റെ കുട്ടിയാണ്, എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനുജനാണ്, കുട്ടിയെ കാണാതായിട്ട് കുറച്ചു കാലമായി, അന്വേഷണത്തിൽ നിങ്ങളുടെ അടുക്കൽ കുട്ടിയുണ്ടെന്നറിഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം തരാം, കുട്ടിയെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നവർ അപേക്ഷിച്ചു. വിരോധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകാം, പക്ഷേ നഷ്ടപരിഹാരമൊന്നും എനിക്ക് വേണ്ട, ഞാനത് വാങ്ങുകയില്ല. എൻ്റെ കൂടെ നിൽക്കാൻ അവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിന് അനുവദിക്കണം. അങ്ങനെ ബാപ്പ മകനോട് മോനെ കുടുംബത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ദ് പറഞ്ഞു, പ്രിയ പിതാവേ, ഈ മനുഷ്യൻ്റെ കൂടെ അടിമയായി ജീവിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കൂടെ വരുന്നതിനേക്കാൾ. ഇതൊരു അപൂർവ നല്ല മനുഷ്യനാണ്. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ സന്തുഷ്ടനാകുകയും സെയ്ദിനെ പിടിച്ച് അണച്ചുകൂട്ടി ചുംബിക്കുകയും ചെയ്തുകൊണ്ട് നീ എൻ്റെ മകനാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടു. പിന്നീടാണ് മേൽപ്പറഞ്ഞ വിവാഹം നടന്നത്. അന്നൊക്കെ സെയ്ദ് ഇബ്നു മുഹമ്മദ് തന്നെ. അതിൽ യാതൊരു ആക്ഷേപമോ താഴ്ചപ്പാടോ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളുടെ വായ കൊണ്ടുള്ള പറച്ചിൽ മാത്രമാണ്, മനസ്സുകൊണ്ടുള്ള പറച്ചിലല്ല. അതിൽ മനസാക്ഷിയില്ല, യാതൊരു യഥാർത്ഥവുമില്ല. വല്ലാഹു യഖൂലുൽ ഹഖ്ഖ, അല്ലാഹു സത്യം പറയുന്നു. വഹുവ യഹ്ദിസ് സബീൽ, അവൻ നേർവഴിക്ക് നയിക്കുകയും ചെയ്യുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 854, സൂറത്തുൽ അഹ്സാബ് ആയത്ത് 5, പേജ് നമ്പർ 1458. ഉദ്ഉഹും ലിആബാഇഹിം, ആ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്ക് നിങ്ങൾ ചേർത്ത് വിളിക്കുക. പേജ് നമ്പർ 1459. സെയ്ദിൻ്റെ പിതാവായ ഹാരിസത്തിലേക്ക് ചേർത്ത് വിളിക്കുക. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവകമാകുന്നു. ഫഇല്ലം തഅലമു ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലിക്കും, ഇനി അവരുടെ പിതാക്കളെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ മതത്തിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളും മിത്രങ്ങളുമാണല്ലോ. വലൈസ അലൈക്കും ജുനാഹും ഫീമാ അഖ്തഅതും ബിഹി, അബദ്ധത്താൽ നിങ്ങൾ ചെയ്തു പോയതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. വലാകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ മനഃപൂർവ്വം ചെയ്തത് കുറ്റമാകുന്നു. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിരിക്കുന്നു. ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് സംരക്ഷിക്കുന്നതും വളർത്തുന്നതും നല്ല കാര്യം തന്നെ. അനാഥനെയും അഗതിയെയും സംരക്ഷിക്കുന്നത് പുണ്യകർമ്മമായി തന്നെയാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. പക്ഷേ ദത്തുപുത്രൻ ഒരിക്കലും സ്വന്തം പുത്രനായിത്തീരില്ല, സംരക്ഷകനാണ്, പിതാവല്ല എന്നർത്ഥം. പിതാപുത്ര ബന്ധമല്ല അവിടെയുള്ളത്. അങ്ങനെ കണ്ടാൽ അതുമൂലം സാമൂഹ്യവും കുടുംബപരവുമായ പല സംഗതികൾക്കും അത് കാരണമായിത്തീരും. ദത്തുപുത്രനെ അവൻ്റെ യഥാർത്ഥ പിതാവിലേക്ക് ചേർത്ത് വിളിക്കണം. പിതാവ് ആരാണെന്ന് അറിയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനായി ആദർശ ബന്ധുവായി പരിഗണിച്ച് ഇടപഴകണമെന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. പിതാവ് അറിയപ്പെട്ടാലും ഇല്ലെങ്കിലും സമുദായത്തിൽ സത്യവിശ്വാസിയുടെ പദവിക്ക് ഏറ്റക്കുറച്ചിലൊന്നുമില്ല. മവാലി എന്നത് മൗലായുടെ ബഹുവചനമാണ്. ബന്ധുമിത്രം എന്നർത്ഥം. അടിമത്തത്തിൽ നിന്ന് മോചിതനായവൻ എന്നും ആകാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ കുടുംബപ്പേരും തറവാട്ടുപേരും നിലനിർത്തുകയും മാതാവിൻ്റെ തറവാടിനും മറ്റും പ്രാധാന്യം കൊടുക്കുന്ന നിലപാടും ശരിയല്ല. പിതാക്കൾ, പിതാമഹന്മാർ അങ്ങനെയാണ് പറയേണ്ടതും അറിയപ്പെടേണ്ടതും. മാതാവിൻ്റെ വഴിയല്ല പ്രാധാന്യത്തോടെ പറയേണ്ടത്. അതുപോലെ സ്ത്രീകളെ ഭർത്താവിൻ്റെ പേരിലേക്ക് ചേർത്തി പറയാറുണ്ട്. അത് ശരിയല്ല. സ്ത്രീകളെയും പിതാവിൻ്റെ പേര് ചേർത്തിയാണ് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെ പോലും ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയല്ല പേര് പറഞ്ഞത്, പിതാവിലേക്ക് ചേർത്തിയാണ്. ഉദാഹരണം ആയിഷ ബിന്ത് അബി ബക്കർ, അബൂബക്കറിൻ്റെ മകൾ ആയിഷ, ആയത്ത് 6.
അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ വിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തേക്കാൾ ബന്ധപ്പെട്ടവരാകുന്നു. അവരുടെ സ്വന്തത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാചകനെ അവർ സ്നേഹിക്കേണ്ടതാണ്. പേജ് നമ്പർ 1460. വഅസ്വാജുഹു ഉമ്മഹാതുഹും. പ്രവാചകന്റെ ഭാര്യമാർ അവരുടെ മാതാക്കളുമാണ്. സ്വന്തം മാതാക്കളെപ്പോലെ അവരെ പരിഗണിക്കണം. സ്വന്തം മാതാക്കളെ വിവാഹം ചെയ്യാൻ പാടില്ലാത്തതുപോലെ പ്രവാചകന്റെ മരണശേഷം ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. വഉലുൽ അർഹാമി ബഅ്ദുഹും ഔലാ ബിബഅ്ദിൻ ഫി കിതാബില്ലാഹ്. രക്തബന്ധമുള്ളവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പരസ്പരം ബന്ധമുള്ളവരാകുന്നു. മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന. മറ്റു വിശ്വാസികളെക്കാളും മുഹാജിറുകളെക്കാളും കൂടുതൽ ബന്ധമുള്ളവരാണ്. ഇല്ലാ അൻ തഫ്അലു ഇലാ ഔലിയാഇക്കും മഅറൂഫ. നിങ്ങൾ നിങ്ങളുടെ മിത്രങ്ങൾക്ക് നിരാക്ഷേപമായി വല്ലതും ചെയ്തു കൊടുക്കൽ ഒഴികെ. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ. അത് വേദത്തിൽ രേഖപ്പെടുത്തിയതാകുന്നു. ഈ ആയത്തിൽ ആദ്യം വ്യക്തമാക്കിയ കാര്യം പ്രവാചകനും സത്യവിശ്വാസികളും തമ്മിലുള്ള ബന്ധമാണ്. തൻ്റെ സ്വന്തത്തെക്കാളും തൻ്റെ ധനത്തെക്കാളും സന്താനങ്ങളെക്കാളും സർവ്വമനുഷ്യരെക്കാളും കൂടുതലായി ഇഷ്ടപ്പെട്ടവൻ പ്രവാചകനായി തീരുന്നതുവരെ ഒരുവൻ സത്യവിശ്വാസിയായി തീരുകയില്ല എന്ന ഹദീസ് ബുഖാരി 9, മുസ്ലിം 67 പ്രസിദ്ധമാണല്ലോ. മുസ്ലിമീങ്ങൾ ശത്രുക്കൾക്ക് മേൽ വിജയിക്കുകയും യുദ്ധാർജിത സ്വത്തുക്കൾ വരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഏതൊരു വിശ്വാസിയും തന്നെ ഇഹത്തിലും പരത്തിലും ഞാനാണ് അവനോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ. ഈ ആയത്ത് തെളിവായി നിങ്ങൾ ഓതിക്കൊള്ളുക. ഏതെങ്കിലും ഒരു വിശ്വാസി വല്ല സമ്പത്തും വിട്ടേച്ച് മരിച്ചു പോകുന്ന പക്ഷം അവൻ്റെ അവകാശികൾ ആരായാലും ശരി, അതവർ അനന്തരം എടുത്തുകൊള്ളട്ടെ. ആരെങ്കിലും കടമോ അഗതികളെയോ ഇട്ടേച്ചു പോകുന്ന പക്ഷം എൻ്റെ അടുക്കൽ വരട്ടെ, ഞാനവൻ്റെ ബന്ധുവാകുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ വിശ്വാസികളിൽ ആരെങ്കിലും മരിക്കുകയും കടം ബാക്കി വെക്കുകയും ചെയ്താൽ അത് വീട്ടുന്നത് എൻ്റെ ബാധ്യതയാണ് എന്ന് കാണാം. ബുഖാരി 63:50. പ്രവാചക പത്നിമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്നതാണ് രണ്ടാമത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. 3. സ്വത്ത് അനന്തരമെടുക്കുന്ന വിഷയത്തിൽ രക്തബന്ധവും കുടുംബബന്ധവുമാണ് പരിഗണിക്കുക. മുഹാജിറുകളും അൻസ്വാറുകളും തമ്മിൽ തുല്യതയില്ലാത്ത നിലയിൽ ശക്തമായ ബന്ധം നിലവിൽ വന്നിരുന്നു. ഹിജറയുടെയും മതസാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു അത്. അവർ തമ്മിൽ സ്വത്തവകാശം അനന്തരാവകാശം പോലുമുണ്ടാകുന്ന അവസ്ഥയുണ്ടായി. ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു അത് ഇതോടെ നിർത്തലാക്കി. സ്വത്തവകാശത്തിനുള്ള അടിസ്ഥാനം കുടുംബ ബന്ധമാണെന്നിവിടെ വ്യക്തമാക്കി. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പ്രവാചകൻ പ്രസ്താവിച്ചു. മുസ്ലിം അമുസ്ലിമിനെയും അമുസ്ലിം മുസ്ലിമിനെയും അനന്തരമെടുക്കുകയില്ല. മുസ്ലിം 67-64. മുസ്ലിമിൻ്റെ സ്വത്തവകാശം ലഭിക്കുന്നതിന് കുടുംബബന്ധത്തിന് പുറമെ മതവിശ്വാസത്തിലും യോജിക്കണമെന്നർത്ഥം. രക്തബന്ധമില്ലാത്ത ആദർശ ബന്ധുക്കൾക്ക് വസിയ്യത്തായോ മറ്റു വിധത്തിലോ സഹായം നൽകുന്നതിന് വിരോധമില്ല എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അനന്തരാവകാശമെന്ന നിലയ്ക്ക് അവകാശമില്ലെന്ന് മാത്രം. മുഹാജിറുകൾക്കോ മറ്റു വിശ്വാസികൾക്കോ ആ നിലയ്ക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഉപകാരം ചെയ്യാവുന്നതാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്. ആരും അത് മറികടക്കരുതെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. ആയത്ത് 7, പേജ് നമ്പർ 1461. വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും. പ്രവാചകന്മാരിൽ നിന്ന് നാം അവരുടെ കരാർ വാങ്ങിയ സന്ദർഭം. വമിൻക വമിൻ നൂഹ് വഇബ്രാഹിം വമൂസ വഈസ ഇബ്നു മറിയമ. നിന്നിൽ നിന്ന് നൂഹ്, ഇബ്രാഹിം, മൂസ, മറിയമിൻ്റെ പുത്രൻ ഈസ എന്നിവരിൽ നിന്നും. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. ഗൗരവമുള്ളൊരു കരാറാണ് നാം അവരിൽ നിന്നെല്ലാം വാങ്ങിയത്. എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു വാങ്ങിയ കരാറിനെ പറ്റി ഖുർആനിൽ ആലു ഇമ്രാൻ 81-ാം ആയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ നബിയുടെയും ദൗത്യത്തെ സത്യപ്പെടുത്തുന്ന ഒരു ദൂതൻ പിന്നീട് വന്നാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്നും സഹായിക്കണമെന്നുമാണ് അക്കരാർ. മറ്റൊരു കാര്യം, പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം 5 പ്രവാചകരെ ഉലുൽ അസ്മ്, അതായത് നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമുസ്സലാം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ്. ആയത്ത് 8. ലിയസ്അല സ്വാദിഖീന അൻ സിദ്ഖിഹിം. സത്യസന്ധന്മാരോട് അവരുടെ സത്യസന്ധതയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി. വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷ അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. ആയത്ത് 9. യാ അയ്യുഹല്ലദീന ആമനൂ
വിശ്വാസികളായിട്ടുള്ളവരെ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ഓർക്കുക. ഇദ് ജാഅത്കും ജുനൂദുൻ, നിങ്ങളുടെ അടുക്കൽ ചില സൈന്യങ്ങൾ വന്ന സന്ദർഭം. ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹാ, അപ്പോൾ അവരുടെ മേൽ ഒരു കാറ്റിനെയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും നാം അയച്ചു. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസ്വീറാ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ഹിജ്റ 5-ാം കൊല്ലത്തിൽ യഹൂദികളും ക്രിസ്ത്യാനികളും അറബി ഗോത്രവർഗങ്ങളും എല്ലാം കൂടി സഖ്യകക്ഷികളായി. പേജ് നമ്പർ 1462. അവൻ പട്ടാള സംഘങ്ങൾ മുസ്ലിങ്ങളെ നിശേഷം നശിപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്തു. മക്കക്കാർ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വമ്പിച്ച ഒരുക്കത്തോടെ മദീനയെ വലം ചെയ്തു. 10,000-ത്തിലധികം വരുന്ന ശത്രു സൈന്യം, മുസ്ലിങ്ങൾ 3000. നാനാഭാഗത്തും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട മുസ്ലിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോൾ പേർഷ്യക്കാരുടെ യുദ്ധതന്ത്രങ്ങൾ പരിചയമുള്ള സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ശത്രുക്കൾ പ്രവേശിക്കുന്നത് തടയാൻ തക്കവണ്ണം ഒരു കിടങ്ങ് കുഴിക്കുവാൻ നിർദ്ദേശിച്ചു. മദീനയുടെ വടക്ക് വശത്തുകൂടെയാണ് ശത്രു സൈന്യത്തിന് കടന്നു വരാൻ കഴിയുകയുള്ളൂ. മറ്റു ഭാഗങ്ങളിൽ ഈത്തപ്പനത്തോട്ടങ്ങളും മറ്റുമുള്ളത് കൊണ്ട് പടനീക്കം നടക്കുകയില്ല. വളരെ വേഗതയിൽ ആ പണി തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് മറ്റുള്ളവരോടൊപ്പം ആ ജോലിയിൽ ഇറങ്ങി പ്രവർത്തിച്ചു. അവർ ആവശ്യത്തിന് ആഹാരമില്ലാതെ വയറ്റിൽ കല്ല് കെട്ടിവെച്ച് ആ ജോലി പൂർത്തിയാക്കി. അങ്ങനെ ശത്രു സൈന്യം പട്ടണത്തിലേക്ക് കടക്കുവാനുള്ള മാർഗമാരാഞ്ഞ് കുറേ ദിവസം അവിടെ കഴിച്ചുകൂട്ടി. സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ഇടയ്ക്കൊരു രാത്രി ശക്തിയായ ഒരു കൊടുങ്കാറ്റടിച്ച് അവരുടെ തമ്പുകളെല്ലാം നിലംപതിച്ചു. മനുഷ്യർക്ക് കാണാൻ കഴിയാത്തൊരു കൂട്ടം സൈന്യത്തെ, അതായത് മലക്കുകളെ അള്ളാഹു നിയോഗിച്ചു. അബൂ സുഫിയാൻ നിരാശപ്പെട്ടു. ശത്രുപാളയം ഛിന്ന ഭിന്നമായി. ഇത് ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ്. അഹ്സാബ് യുദ്ധം എന്നും ഖന്ദഖ് അഥവാ കിടങ്ങ് യുദ്ധം എന്നും പേരുകളുണ്ട്. ഈ യുദ്ധത്തിന് ഏതൊരു വിഷമഘട്ടത്തിലും അള്ളാഹു സഹായിക്കും എന്നതിന് അനുഭവ സാക്ഷ്യമാണിത്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 855, സൂറത്തുൽ അഹ്സാബ് ആയത്ത് 10, പേജ് നമ്പർ 1462. ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ മുകളിൽ നിന്നും നിങ്ങളുടെ താഴ്ഭാഗത്ത് നിന്നും ശത്രുക്കൾ നിങ്ങളുടെ നേരെ വന്ന സന്ദർഭം. ഇത് സാഗത്തിൽ അബ്സ്വാർ, കണ്ണുകൾ തെന്നിപ്പോയ സന്ദർഭം. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജറ, ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തുകയും ചെയ്തപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പല ഊഹങ്ങൾ ഊഹിച്ചു കൊണ്ടിരിക്കുന്നു. ആയത്ത് 11. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന, അവിടെ വെച്ചാണ് വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുകയും വസുൽസിലു സിൽസാലൻ ശദീദ, ശക്തിയായി അവർ കിടുകിട വിറക്കപ്പെടുകയും ചെയ്തത്. മദീനയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അസാധാരണമായ ഒരവസ്ഥയായിരുന്നു അത്. മുമ്പൊരിക്കലുമില്ലാത്ത ഒരവസ്ഥ. സർവ്വസന്നാഹങ്ങളോടെയും ഒരുങ്ങി നിൽക്കുന്ന 3-4 ഇരട്ടിയോളം വരുന്ന വമ്പിച്ച സൈന്യം മുസ്ലിങ്ങളെ വലയം ചെയ്തു നിൽക്കുന്നു. ഭക്ഷണം കുറവ്, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യം, പുറത്തേക്കുള്ള വഴികൾ അടഞ്ഞു കിടക്കുന്നു. ഒരു ചെറിയ പഴുത് കണ്ടാൽ ഇരച്ചു കയറാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾ, കപടവിശ്വാസികൾ ഭയാശങ്കകൾ പരത്തുന്നു. ഈ സ്ഥിതിവിശേഷത്തെയാണ് ഖുർആൻ ഇവിടെ വരച്ച് കാണിക്കുന്നത്. പേജ് നമ്പർ 1463, ആയത്ത് 12. വയഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദും മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, കപടവിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും അള്ളാഹുവും അവൻ്റെ റസൂലും കേവലം വഞ്ചനയായിട്ടല്ലാതെ നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടില്ലെന്ന് പറയുന്ന സന്ദർഭം. ഈ വിഷമഘട്ടത്തിൽ കപടന്മാർ പലതും പറഞ്ഞു നടന്നു. മുസ്ലിങ്ങൾക്കാണ് വിജയം, അള്ളാഹു വിശ്വാസികളെ സഹായിക്കും, പേർഷ്യയും റോമും മുസ്ലിങ്ങൾ ജയിച്ചടക്കും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളെല്ലാം വെറും വഞ്ചനയാണ് എന്നെല്ലാം അവർ പറഞ്ഞു നടന്നു. അത് കേട്ട് അതുപോലെ പറയാനും ചിലരെ കിട്ടി. യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന മുസ്ലിങ്ങളിൽ ഭീതി പരത്തുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ആയത്ത് 13. അവരിൽ ഒരു കക്ഷി പറഞ്ഞ സന്ദർഭം, യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ, യസ്രിബുകാരെ നിങ്ങൾക്ക് നിൽക്കപ്പൊറുതിയില്ല, അതുകൊണ്ട് നിങ്ങൾ മടങ്ങുവീൻ. യസ്രിബി എന്നത് മദീനയുടെ പഴയ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നപ്പോൾ മദീനത്തുർ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പട്ടണം എന്ന് ജനം പറഞ്ഞു. പിന്നീട് സൗകര്യത്തിന് വേണ്ടി അൽ മദീന എന്ന് ചുരുക്കി പറഞ്ഞു. ഇവിടെ അപകടം പതിയിരിക്കുന്നുണ്ട്. ഇത്രയും വലിയ സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അവരെ തോൽപ്പിച്ച് ഈ നാട്ടിൽ തന്നെ താമസിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് വേഗം യുദ്ധരംഗത്ത് നിന്ന് മടങ്ങി രക്ഷപ്പെടുക എന്നാണ് അവർ ഉപദേശിച്ചത്. ويستأذن فريق منهم النبي يقولون إن بيوتنا عورة,
ഞങ്ങളുടെ വീടുകൾ ഭദ്രതയില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ ഒരു കൂട്ടർ അവിടെ തന്നെ നിൽക്കാൻ നബിയോട് സമ്മതം ചോദിക്കുന്നു. ഞങ്ങളുടെ വീട്ടുകൾ സുരക്ഷിതങ്ങളല്ല, ശത്രുക്കൾ വന്ന് കൊള്ളയും കവർച്ചയും നടത്തും, അതുകൊണ്ട് യുദ്ധമുന്നണിയിൽ നിന്ന് വീടുകളിലേക്ക് പോകാൻ അനുവാദം തരണം എന്ന് കപട വിശ്വാസികൾ പറഞ്ഞു. വമാഹിയ ബി ഔറ, അത് ഭദ്രതയില്ലാത്തതല്ല. യുരീദൂന ഇല്ലാ ഫിറാറ, ഓടി രക്ഷപ്പെടുവാനല്ലാതെ അവർ ഉദ്ദേശിക്കുന്നില്ല. ആയത്ത് 14. വലൗ ദുഖിലത് അലൈഹിം മിൻ അഖ്താരിഹാ, അവരുടെ നേരെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രവേശനം ഉണ്ടാവുകയും സുമ്മ സുഇലിൽ ഫിത്നത, പിന്നെ അവരോട് കുഴപ്പമുണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ. പേജ് 1464. ലഅതൗഹ, അതവർ ചെയ്തു കൊടുക്കുമായിരുന്നു. മാതലബ്ബസു ബിഹാ ഇല്ലാ യസ്തിറാ, കുറച്ചു മാത്രമല്ലാതെ അവരതിന് താമസം വരുത്തുകയുമില്ല. ശത്രുക്കൾ മദീനയിൽ പ്രവേശിച്ച ശേഷം ഈ ഭാഗത്തോട് കുഴപ്പമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്ന പക്ഷം ഒട്ടും താമസിയാതെ അവരത് പ്രവർത്തിക്കുന്നതാണ്. ആയത്ത് 15. വലഖദ് കാനൂ അഹദുല്ലാഹ മിൻ ഖബ്ലു ലാ യുവല്ലൂനൽ അദ്ബാർ, അവർ ഒരിക്കലും പിന്തിരിഞ്ഞു പോകുകയില്ലെന്ന് മുമ്പ് അള്ളാഹുവിനോട് അവർ ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. വകാന അഹ്ദുല്ലാഹി മസ്ഊല, അള്ളാഹുവിനോടുള്ള കരാർ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. വാഗ്ദത്ത ലംഘനത്തിനുള്ള കഠിന ശിക്ഷ അവർക്ക് ലഭിക്കുന്നതാണ്. എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കാമെന്നും രണാങ്കണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയില്ലെന്നും വാക്കുകൊടുത്തിരുന്നവരെയാണിവിടെ ആക്ഷേപിക്കുന്നത്. ബനു ഹാരിസ ഗോത്രക്കാർ ഉഹദ് യുദ്ധവേളയിൽ രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയിരുന്നു. അവർ ഖേദിച്ചു മടങ്ങിയും ഇനിമേൽ അങ്ങനെ ഉണ്ടാകില്ലെന്ന് കരാറും ചെയ്തിരുന്നു. ഇവർ യുദ്ധരംഗത്തിൽ നിന്ന് പിൻവാങ്ങുവാൻ ഖന്ദഖ് യുദ്ധവേളയിൽ അനുവാദം ചോദിച്ചിരുന്നു. അതുപോലെ മറ്റൊരു കൂട്ടരും ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന ചിലർ മുസ്ലിങ്ങൾ അപ്രതീക്ഷിതമായി വിജയിച്ചപ്പോൾ മേലിൽ എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കുമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. ആയത്ത് 16. പറയുക, മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ ഓടി രക്ഷപ്പെടാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ആ ഓട്ടം നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അങ്ങനെ ഓടി രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് അല്പമല്ലാതെ ജീവിത സൗഖ്യം നൽകപ്പെടുകയില്ല. പടക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ തൽക്കാലം രക്ഷപ്പെട്ടുവെന്ന് തോന്നാം. അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? ഒരിക്കലുമില്ല. ആയത്ത് 17. പറയുക, അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങളെ കാക്കുന്നത് ആരാണ്? അവൻ നിങ്ങൾക്ക് ഒരു തിന്മ ഉദ്ദേശിച്ചാൽ, ഔ അറാദ ബിക്കും റഹ്മ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാരുണ്യം അവൻ ഉദ്ദേശിച്ചാൽ. പേജ് 1465. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യം വലാ നസ്ീറാ, അല്ലാഹുവിന് പുറമെ യാതൊരു രക്ഷകനെയും യാതൊരു സഹായിയെയും അവർ കണ്ടെത്തുകയില്ലെന്ന് പറയുക. ആയത്ത് 18. ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈനാ, നിങ്ങളിൽ നിന്ന് തടസ്സമുണ്ടാക്കുന്നവരെയും തങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് പറയുന്നവരെയും അള്ളാഹു അറിയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ പോലുള്ള ഖബടന്മാർ ഖന്ദഖ് യുദ്ധമുന്നണിയിൽ നിന്ന് പലരെയും മദീനയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുണ ക്ഷയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. വലാ യഅതൂനൽ ബഅസ് ഇല്ലാ ഖലീലാ, അപൂർവമായിട്ടല്ലാതെ യുദ്ധത്തിൽ അവർ ഹാജരാകയില്ല. ആയത്ത് 19. അഷ്ഹദൻ അലൈക്കും, നിങ്ങൾക്കെതിരിൽ പിശുക്ക് കാണിക്കുന്നവരാണവർ. നിങ്ങൾ മുഖേന അവരുടെ താല്പര്യങ്ങൾ നേടാനാണ് അവർ യുദ്ധത്തിന് വരുന്നത്. യുദ്ധാർജിത സ്വത്തുക്കളോടുള്ള ആർത്തിയാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെ സഹായിക്കലല്ല, നിങ്ങൾക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ അവർ അറുപിശുക്കന്മാരാണ്. فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت. അങ്ങനെ അവർക്ക് ഭയം നേരിട്ടാൽ മരണമെപ്രാളത്തിൽ ബോധക്ഷയം ബാധിക്കുന്നവരെ പോലെ അവരുടെ കണ്ണുകൾ വട്ടം കറങ്ങിക്കൊണ്ട് നിന്റെ നേരെ അവർ നോക്കുന്നതായി നിനക്ക് കാണാം. فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير. ഇനി ഭയം നീങ്ങുമ്പോൾ സ്വത്ത് സംബന്ധിച്ച് പിശുക്കന്മാരായി മൂർച്ചയുള്ള നാവുകൊണ്ട് അവർ നിങ്ങളെ ദ്രോഹിക്കും. യുദ്ധമെന്ന് കേട്ടാൽ തന്നെ അവർക്ക് വലിയ പേടിയാണ്. യുദ്ധഭീതി തലയിൽ കയറിയാൽ മരണമടുത്തവനെ പോലെ വെപ്രാളം കാട്ടും. യുദ്ധം കഴിഞ്ഞാൽ കപടന്മാരുടെ കോലം മാറും. യുദ്ധാർജിത സ്വത്തുക്കൾക്ക് വേണ്ടി യുദ്ധത്തിൽ വിജയമുണ്ടാകുമ്പോൾ അവർ മുന്നോട്ട് വരും. അവർക്ക് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ കഠിനമായ ആക്ഷേപങ്ങൾ പറയും. ഉലൈക ലം യുഅ്മിനു, അവർ വിശ്വസിക്കാത്തവരാകുന്നു. ഫഅഹ്ബതല്ലാഹു അഅ്മാലഹും, അതിനാൽ അല്ലാഹു അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കളഞ്ഞു. വകാന ദാലിക അലല്ലാഹി യസീറാ, അത് അള്ളാഹുവിന് എളുപ്പമായതായിരിക്കുന്നു.